വെറുതെ വീട്ടിൽ ചെറിയും കുത്തിയിരുന്നപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. എങ്ങോട്ട് പോകും എന്നാലോചിച്ചപ്പോഴാണ് നമ്മുടെ ഏഷ്യാസ് ലാർജസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ഒരു 5-8 കിലോമീറ്റർ അപ്പുറം ഉള്ളത് ഓർമ്മിച്ചത്. എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ തലശ്ശേരി മാഹി ബൈപ്പാസാണ്. ഇതിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കില്ലാതെ മുഴപ്പിലങ്ങാട് വരെ എത്താം. ഹൈവേന്ന് വഴി തെറ്റി മാറി ഏതോ ഒരു വഴിക്ക് കയറി എത്തിപ്പെട്ടതാണെങ്കിലും കുറച്ച് നേരം വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. അത്യാവശ്യം നല്ല വൃത്തിയും നല്ല ഭംഗിയും ഉള്ളൊരു കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നല്ല കാര്യങ്ങൾക്ക് മുന്നേ ഒരു തടസ്സം എപ്പോഴും ഉണ്ടാവുമല്ലോ. എന്തായാലും നല്ലതിനു വേണ്ടി കാത്തിരിക്കാം. അങ്ങനെ വന്നപ്പോൾ തന്നെ കാണാൻ പറ്റിയത് അതിമനോഹരമായൊരു കാഴ്ചയാണ്. സൂര്യൻ കടലിലേക്ക് മെല്ലെ മെല്ലെ താണുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ബീച്ച്, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. ബൈക്കിന് ഇങ്ങോട്ടേക്ക് എൻട്രി പാസ് വരുന്നത് 20 രൂപയാണ്. കാറുകൾക്കും മറ്റ് വാഹനങ്ങൾക്കും എത്രയാണ് എന്നറിയത്തില്ല. അങ്ങ് ദൂരെ പാറക്കെട്ടുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങ് ദൂരെയാ കാണുന്നതാണ് ധർമ്മടം ഐലൻഡ്. വെള്ളം ഇറങ്ങിയ അവസ്ഥയിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയി കയറി കാണാവുന്നതൊക്കെയാണ്. അങ്ങ് ദൂരെ ശ്രദ്ധിച്ചാൽ ഒരാൾ അവിടെ ചൂണ്ടയിടുന്നത് കാണാം. സൂര്യൻ അങ്ങനെ പതുക്കെ പതുക്കെ കടലിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ബീച്ച് ഏകദേശം 3 കിലോമീറ്ററോളമാണ് ദൂരം ഉള്ളത്. ഇപ്പോൾ ഇവിടെ അങ്ങ് കാണുന്ന ഭാഗത്ത് അവിടെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ബീച്ചിന് ഒരു വാക്ക് വേ അവിടെ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യനൊടുവിൽ കടലിൻ്റെ അഗാധ നീലിമയിലേക്ക് മറഞ്ഞിരിക്കുകയാണ്. അന്തരീക്ഷത്തിന് ചെറുതായി ഇരുട് പിടിക്കുന്നുണ്ട്.
ഡ്രൈവിംഗ് പഠിക്കുവാനും മറ്റുമായി വരുന്ന നിരവധി പേരെ നമുക്കിവിടെ കാണാം. ഏഷ്യാസ് ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചിൽ വന്നിട്ട് ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ എങ്ങനെയാണ്? ഇതൊരു ശരിയില്ലാത്ത പരിപാടിയല്ലേ. കുറച്ച് ദൂരം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ. ഈ കാണുന്ന ഭാഗത്ത് കടലും അതുപോലെ ഇവിടെ നിന്ന് വരുന്ന ഒരു ചെറിയ തോടും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അവിടെ ചില സമയങ്ങളിൽ നല്ല വെള്ളവും ചിലപ്പോൾ നേർത്ത ഒരു ചാല് പോലെയും കാണാം. ഇപ്പോൾ വെറും നേരത്തൊരു ചാല് മാത്രമാണുള്ളത്. ഇവിടെ ആരൊക്കെയോ സ്റ്റണ്ട് നടത്തിയ പാടുകളൊക്കെ കാണാം. ശരിക്കും ബൈക്ക് സ്റ്റണ്ട് അല്ലെങ്കിൽ കാറ് ഇതൊന്നും ഇവിടെ അനുവദനീയമല്ല. ഇത് വളരെ ചെറിയ സ്പീഡ് ലിമിറ്റിൽ മാത്രം സഞ്ചരിക്കാൻ മാത്രമേ ഈ ബീച്ചിൽ അനുവാദമുള്ളൂ. എങ്കിലും പറപ്പിച്ചു പോകുന്ന ഫ്രീക്കന്മാരെ ഇവിടെ പലപ്പോഴും കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ അപകടങ്ങളും ഉണ്ടാവാറുണ്ട്. ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് കുട്ടികളെ നമുക്ക് കാണാം. തിര ആസ്വദിക്കുന്ന കുറച്ച് തെരുവ് നായ്കളെ ഇവിടെ കാണുന്നുണ്ട്. അതിലൊന്നിന് കാലിനെന്തോ പറ്റിയിട്ടുണ്ട്. ഒരുത്തനിവിടെ മാറിയിരുന്ന് ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഇരുടായിപ്പോയല്ലോ, ഒന്നും വ്യക്തമാകുന്നില്ല.